എല്ലാവർക്കും നമസ്കാരം. നമ്മൾ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് വണ്ടിയുടെ സ്റ്റെയറിംഗ് കൺട്രോളിനെ കുറിച്ചാണ്. കുറച്ച് മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ സ്റ്റെയറിംഗ് ഉപയോഗിക്കുമ്പോൾ 9-3 എന്ന് പറയുന്നൊരു പൊസിഷനിൽ നമ്മൾ സ്റ്റെയറിംഗ് ഉപയോഗിക്കണം എന്ന് പറയുന്നൊരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് കുറച്ച് ആൾക്കാർ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, അവർ 10-10 എന്ന് പറയുന്ന പൊസിഷനിലാണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് തുടങ്ങിയ കാര്യങ്ങൾ കുറേ ആൾക്കാർ സംശയം ചോദിച്ചിട്ടായിരുന്നു. അപ്പോൾ ആ ഒരു സംശയവും ഇനി എങ്ങനെയൊക്കെയാണ് സ്റ്റെയറിംഗ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള ഒരു സംശയവും തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. സാധാരണയായിട്ട് ഉപയോഗിച്ച് വരുന്ന സ്റ്റിയറിംഗ് ഹാൻഡിലിംഗ് മെത്തേഡുകളും അതോടൊപ്പം കുറഞ്ഞ ടിപ്സുകളുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മളെ വീഡിയോയിലേക്ക് സ്വാഗതം. സ്റ്റിയറിങ്ങിൻ്റെ ഉപയോഗ രീതിയെ കുറിച്ചിട്ട് ഇപ്പോൾ ആദ്യമായിട്ട് വണ്ടി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഡ്രൈവിംഗ് പഠിക്കുന്ന ആൾക്കാർക്ക് ഒരു സംശയം ഉണ്ടാവും. ഇത് വലത്തോട്ട് തിരിച്ചു കഴിഞ്ഞാൽ എങ്ങോട്ടാണ് പോവുക, ഇനി വലത്തോട്ട് തിരിച്ച് ഇടത്തോട്ട് പോവുമോ, അത് റിവേഴ്സിൽ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നുള്ള. അവരോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റിയറിങ്ങിൻ്റെ ഒരു പ്രവർത്തന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ വലത്തോട്ട് തിരിച്ചു കഴിഞ്ഞാൽ സ്റ്റിയറിങ് നമ്മൾ വലത്തോട്ട് തിരിച്ചു കഴിഞ്ഞാൽ വണ്ടി സ്വാഭാവികമായിട്ടും വലത്തോട്ടാണ് പോവുക. അത് നമ്മളിപ്പോൾ ഫ്രണ്ട് ഗിയർ ഇട്ടിട്ട്, അതായത് മുന്നോട്ട് പോകാനുള്ള ഗിയർ ഇട്ടിട്ട് 1-2 ഒക്കെ പൊസിഷനിലുള്ള ഗിയറിലാണ് നമ്മൾ ഇടുന്നതെങ്കിൽ വണ്ടി മുന്നിലേക്ക് വലത് ഭാഗത്തേക്ക് പോകും, സ്റ്റിയറിങ് വലത്തോട്ട് തിരിച്ചു കഴിഞ്ഞാൽ. അതേപോലെ നമ്മൾ വലത്തോട്ട് സ്റ്റിയറിങ് തിരിച്ചിട്ട് റിവേഴ്സ് ഗിയറിലാണ് ഇടുന്നത് എങ്കിൽ വണ്ടി എന്ത് ചെയ്യും, വലത് ഭാഗത്തേക്ക് റിവേഴ്സിൽ പോകും. അതായത് ഈ ഒരു ഷേപ്പിൽ ബാക്കിലേക്ക് പോകും, വലത്ത് സൈഡിലേക്ക് തന്നെയാണ് പോവുക, പക്ഷേ റിവേഴ്സ് ആയിട്ടാണ് പോവുക എന്ന് മാത്രം. ഇതാണ് സ്റ്റെയറിങ്ങിൻ്റെ പ്രവർത്തന രീതി. ഇനി നമുക്കത് എങ്ങനെയാണ് സ്റ്റിയറിംഗ് ഉപയോഗിക്കേണ്ടത്, എങ്ങനെ അത് ഹാൻഡിൽ ചെയ്യാം, ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗം ഏതാണ്, ഏറ്റവും സേഫായിട്ടുള്ള മാർഗ്ഗം ഏതാണ്, അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചൊന്ന് നോക്കാം. കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഈ ഒരു സ്റ്റെയറിങ്ങിനെ ഒരു ക്ലോക്കായിട്ട് പരിഗണിച്ചിട്ട് 9-3 എന്ന് പറയുന്ന പൊസിഷനിൽ, അതായത് 9 എന്ന് പറയുന്ന ഈ പൊസിഷനിലും 3 എന്ന് പറയുന്ന ഈ പൊസിഷനിലും ആണ് സ്റ്റെയറിങ് പിടിക്കേണ്ടത് എന്ന് പറഞ്ഞ സമയത്ത് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അത് 10-10 എന്ന് പറയുന്ന പൊസിഷനിൽ പിടിച്ചുകൊണ്ടതിലും പ്രശ്നമുണ്ടോ എന്നുള്ളത്. 10-10 എന്ന് പറയുന്ന പൊസിഷൻ ഇതാണ്, നമുക്കറിയാം. അതായത് 9-ന് കുറച്ച് മുകളിലും 3-ന് തൊട്ട് മുകളിലുമായിട്ടാണ്, 2 എന്നുള്ള ഇതിലാണ് 10-10 എന്നുള്ള സമയം വരുന്നത്. അതായത് 10 എന്നുള്ളത് ഇവിടെയും 2 എന്നുള്ളത് ഇവിടെയും. ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ള രൂപത്തിൽ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് രണ്ടും കോമൺലി ഉപയോഗിക്കുന്ന 2 മെത്തേഡുകളാണ്. അതായത് 9-3 എന്ന് പറയുന്ന ഈ മെത്തേഡും 10-10 എന്ന് പറയുന്ന ഈ മെത്തേഡും കോമൺലി യൂസ് ചെയ്യുന്നതാണ്. പക്ഷേ എല്ലാവരും അധികം പ്രിഫർ ചെയ്യൽ 9-3 എന്ന് പറയുന്ന പൊസിഷനാണ്. അതിന് 2 കാരണങ്ങളുണ്ട്. ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു ലോങ് യാത്രയൊക്കെ പോകുന്ന സമയത്ത് 10-10 എന്നുള്ള പൊസിഷനിൽ സ്ഥിരമായിട്ട് നമ്മൾ വണ്ടി ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ കയ്യിനൊക്കെ വേദന വരാൻ സാധ്യതയുണ്ട്. കാരണം ഒരു പക്ഷേ നമ്മളെ ഷോൾഡറിൻ്റെ മുകളിലേക്ക് കൈ പൊന്തി നിൽക്കുന്നതുകൊണ്ടോ അങ്ങനെ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, വേദന ഉണ്ടാവാറുണ്ട് കയ്യിനൊക്കെ. അത് ഒരു പക്ഷേ ലോങ് യാത്രയിൽ ഒരു സേഫ് അല്ലാത്ത ഒരു കാര്യമായിട്ട് വരും. അതുകൊണ്ട് അതധികം ആരും പ്രിഫർ ചെയ്യാറില്ല. അധികം എല്ലാവരും പ്രിഫർ ചെയ്യൽ 9-3 എന്ന് പറയുന്ന പൊസിഷനാണ്. രണ്ടാമത്തെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുറച്ചുകൂടി കൺട്രോൾ സ്റ്റെയറിങ്ങിന് നമുക്ക് കിട്ടും. ഇതിപ്പോൾ ഇങ്ങനെ ഓടിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ കൺട്രോൾ മുഴുവൻ ടോപ്പിലാണുള്ളത്. താഴേക്ക് ഒരു കൺട്രോൾ വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയൊരു ഏരിയ കവർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിനേക്കാൾ കുറച്ചുകൂടി നമുക്ക് നന്നായിട്ട് കൺട്രോളിങ് കിട്ടൽ ശരിക്കും ഈ സെൻറ്ററിൽ, അതായത് 9-3 എന്ന് പറയുന്ന പൊസിഷനിൽ ഇത് ഹാൻഡിൽ ചെയ്യുന്ന സമയത്താണ് നമുക്ക് കുറച്ചുകൂടി കൺട്രോൾ കിട്ടൽ. ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് പ്രധാനമായിട്ടും എല്ലാവരും 9-3 എന്ന് പറയുന്ന പൊസിഷൻ കൺട്രോൾ ചെയ്യാറുള്ളത്. പക്ഷേ 10-10 എന്ന് പറയുന്ന പൊസിഷൻ തെറ്റല്ല, അതും നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഉപയോഗിക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. ഇനി സ്റ്റെയറിങ് ഉപയോഗിക്കേണ്ട രീതികളിൽ കുറച്ച് കാര്യങ്ങൾ പറയാം. അതായത് നമ്മൾ സാധാരണ പല രൂപത്തിലാണ് സ്റ്റെയറിങ് ഉപയോഗിക്കാറ്. കുറേ ആൾക്കാർ ഇങ്ങനെ മുകളിൽ പിടിച്ചിട്ട് ഒരു കൈ നമ്മളിങ്ങനെ ഗിയറിൽ വെച്ചിട്ട് വണ്ടി ഓടിക്കാറുണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. കാരണം ഞാൻ എപ്പോഴും നമ്മളെ വീഡിയോയിൽ പറയുന്നൊരു കാര്യമാണ്, നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് സേഫ് ഡ്രൈവിംഗ് എപ്പോഴും ശീലിക്കുക. അതായത് ഒരു അപകടം മുന്നിൽ കണ്ടുകൊണ്ട് ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, എപ്പോഴും ഡ്രൈവ് ചെയ്യേണ്ടത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു അപകടം പെട്ടെന്ന് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം, നമുക്ക് നമ്മളെ ഏൽക്കാതെ അല്ലെങ്കിൽ നമ്മളിലേക്ക് വരാതെ അല്ലെങ്കിൽ നമ്മൾ കാരണം സംഭവിക്കാതെ ആ ഒരു അപകടം ഒഴിവാക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളെപ്പോഴും കെയറായിരുന്നിട്ട് ഡ്രൈവ് ചെയ്യണം. അതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളെപ്പോഴും 2 കൈയും സ്റ്റിയറിങ്ങിൽ തന്നെ വെച്ചിട്ട് ഓടിക്കുക എന്നുള്ളത്. നമ്മൾ വളരെ എക്സ്പേർട്ട് ആണെങ്കിലും പോലും എന്ത് ചെയ്യരുത്, ഇത്തരത്തിലുള്ള ഒരു ഡ്രൈവിങ് ശീലമാക്കരുത്. 2 കാരണങ്ങളാണ്. ഒന്ന്, അപകട സാധ്യത. രണ്ടാമത്, നമ്മളെ ഗിയർ ഡിസ്ക് കംപ്ലൈൻ്റ് ആവും. കാരണം ഫുൾ ടൈം ഇങ്ങനെ ഗിയറിൽ വന്നു കഴിഞ്ഞാൽ ഇതിലൊരു ചെറിയ പ്രഷർ വരികയും അതെന്ത് ചെയ്യാണ്, പിന്നീട് കംപ്ലൈൻറ്റിലേക്ക് വരികയും ചെയ്യും. അപ്പോൾ ആ ഒരു സാധ്യത കൂടി നമ്മൾ എന്ത് ചെയ്യണം, മുന്നിൽ കാണണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, 2 കൈയും സ്റ്റിയറിങ്ങിൽ വെക്കുക. സ്റ്റിയറിങ്ങിൽ വെക്കുന്ന സമയത്ത് ചില ആൾക്കാർ ഇങ്ങനെ മുറുക്കി പിടിച്ചിട്ട് ഡ്രൈവ് ചെയ്യാറുണ്ട്. ഇങ്ങനെ അമർത്തി കൈ ഇങ്ങനെ
ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഡ്രൈവ് ചെയ്യാറുണ്ട്. അതിനി എന്ത് കാരണങ്ങൾ കൊണ്ടാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരിക്കലും നമ്മളിങ്ങനെ മുറുക്കി പിടിച്ചിട്ട് ഡ്രൈവ് ചെയ്യരുത്. കാരണം നമുക്ക് പെട്ടെന്ന് ഒരു വളവ് വളക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്കറിയാം, നമ്മളിങ്ങനെ വണ്ടിയിൽ പോകുമ്പോൾ ഇപ്പോൾ AC കാര്യങ്ങളൊക്കെ ഇട്ട് ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ല. എങ്കിലും ഒരു സാധാരണ ഡ്രൈവിംഗ് സമയത്ത് നമ്മളുടെ കൈ എങ്ങാനും വിയർത്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇതുപോലത്തെ നല്ല ലെതറിൻ്റെ ഒരു കവറൊക്കെ സ്റ്റിയറിങ്ങിന് ഇട്ടിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, വിയർപ്പ് കൊണ്ട് അതിൽ ഒട്ടിപ്പിടിച്ചു പോകും. പക്ഷേ ചിലപ്പോൾ ഒരു പക്ഷേ പെട്ടെന്ന് നമുക്ക് വിചാരിച്ച രൂപത്തിൽ സ്റ്റിയറിങ് മൂവ് ആയിക്കൊള്ളണമെന്നില്ല. അപ്പോൾ സ്റ്റിയറിങ് പിടിക്കേണ്ട ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തള്ള വിരൽ ഇതിനകത്ത് ലോക്ക് ചെയ്ത് വെക്കുന്ന തരത്തിൽ ലോക്ക് ചെയ്ത് വെക്കുന്ന തരത്തിൽ ഇങ്ങനെ വെക്കുക. എന്നിട്ട് ചൂണ്ട് വിരലും ഈ വിരലും ഇങ്ങനെ പിടിക്കില്ലേ, ഇങ്ങനെ നിർത്തി പിടിക്കില്ല, നമ്മളിങ്ങനെ നിർത്തി പിടിക്കുമല്ലോ, അങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഡ്രൈവ് ചെയ്യുന്നത് കുറച്ചും കൂടി നല്ലതായിരിക്കും. സ്റ്റിയറിങ് ഹാൻഡിൽ ചെയ്യുന്നത് ഇങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത് അതിനിപ്പോൾ ഇങ്ങനെ ചേർത്ത് പിടിച്ച് കഴിഞ്ഞാലും കുഴപ്പമില്ല. അതായത് ഒരു ഫുൾ പവർ എന്ത് ചെയ്യരുത്, സ്റ്റിയറിങ്ങിൽ വരാത്ത രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചുകൂടി ലൂസാക്കിയിട്ട് ആയാസകരമായ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡ്രൈവ് ചെയ്യാം. കൈ ഇതിനുള്ളിൽ പിടിക്കാമെന്ന് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. കൈ ഇങ്ങനെ ഇതിനോട് പൊതിച്ച് വെച്ചാലും കുഴപ്പമില്ല, ഇങ്ങനെ വെച്ചാലും കുഴപ്പമില്ല. രണ്ട് രൂപത്തിലും ഏത് രൂപത്തിലും നമുക്ക് കംഫർട്ടായിട്ടുള്ള രൂപത്തിൽ നമുക്ക് കൈ വെക്കാം. അപ്പോൾ പ്രധാനപ്പെട്ട ഇങ്ങനെ കൈ വെക്കണം എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ടൈറ്റ് ആയിക്കൊണ്ട് നമുക്കൊരു പ്രത്യേക സാഹചര്യം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് കൈ മൂവ് ചെയ്യിക്കാൻ പറ്റാത്ത രൂപത്തിൽ ഹോൾഡ് ചെയ്ത് വെക്കരുതെന്നേ ഉള്ളൂ. അതൊരു പക്ഷേ പലർക്കും പല രൂപത്തിലായിരിക്കും കംഫർട്ട് ഉണ്ടാവുക. ആ രൂപത്തിൽ എന്ത് ചെയ്യുക, കൈ വെക്കുക. അതായത് ഈസി ആയിട്ട് ഇതിലൂടെ ഇങ്ങനെ മൂവ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ, എങ്ങനെ വേണമെങ്കിലും ഇതിലൂടെ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ നമ്മൾ കൈ അധികം ടൈറ്റാക്കാത്ത രൂപത്തിൽ സ്റ്റിയറിങ്ങിൽ ഉപയോഗിക്കുക. ആ സമയത്ത് നമുക്കുണ്ടാകുന്ന പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏത് സമയം വേണമെങ്കിലും വളക്കാനും തിരിക്കാനും നമുക്ക് ഇത് ഉപയോഗിക്കാം. മാത്രമല്ല ഇനിയിപ്പോൾ ഇൻഡിക്കേറ്ററൊക്കെ ഇടേണ്ട ഒരു പർപ്പസ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, കൈ സ്റ്റിയറിംഗ് ഒന്നും എടുക്കാതെ തന്നെ ജസ്റ്റ് കൈ താത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇൻഡിക്കേറ്റർ ഇടാൻ പറ്റും. ക്ലിയർ? അപ്പോൾ അതാണ് സംഭവം. അതേപോലെ തന്നെ ഹെഡ്ലൈറ്റും കാര്യങ്ങൾ കൺട്രോൾ ചെയ്യണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യുക, കൈ ഇവിടെ നിന്ന് എടുത്തിട്ട് ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് തിരിച്ച് വീണ്ടും എന്ത് ചെയ്യുക, കൈ ഇതിലേക്ക് തന്നെ കൊണ്ടുവരാം. അപ്പോൾ സ്റ്റിയറിങ്ങിൽ കൈ വെക്കേണ്ട രൂപം എങ്ങനെയാണെന്നാണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് വളരെ സിമ്പിളാണ്, വലിയ ടെക്നോളജിയും കാര്യങ്ങളൊന്നുമല്ല, വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെ ഇതാക്കാൻ പറ്റും. ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മളിപ്പോൾ ഒരു വലിയൊരു ടേണിങ് ചെയ്യുകയാണെന്ന സമയത്ത് നമ്മൾ സാധാരണ ചെയ്യുന്നൊരു കാര്യം ഉണ്ടെന്ന് പറയുമോ, ചിലപ്പോൾ പെട്ടെന്ന് ഇങ്ങോട്ട് വളച്ച് കിട്ടാൻ വേണ്ടിയിട്ട് കൈ ഇങ്ങനെ തിരിക്കാറുണ്ട്. ഇങ്ങനെയൊക്കെ ഒരിക്കലും എന്ത് ചെയ്യരുത്, കൈ ക്രോസായി വരാൻ നമ്മൾ അനുവദിക്കരുത്. അതായത് കൈ ഒന്നാകെ ഇങ്ങനെ കൂടിയായിട്ട്, അതായത് ഇവിടുന്ന് കൊണ്ടുപോവാണ് വണ്ടി എടുത്തിട്ട് ഇങ്ങനെ ഒരു തിരിക്കലുണ്ട്. ഇങ്ങനെ ഒരിക്കലും എന്ത് ചെയ്യരുത്, നമ്മൾ വണ്ടി തിരിക്കരുത്. വളരെ ഡേഞ്ചർ ആയിട്ടുള്ളൊരു കാര്യമാണത്. അതെന്ത് ചെയ്യരുത്, ഒരിക്കലും നമ്മൾ പ്രാക്ടീസ് ചെയ്യരുത്. നമ്മൾ എന്ത് ചെയ്യുക, വണ്ടി തിരിക്കാൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു മെത്തേഡ്, ഇപ്പോൾ നമ്മൾ വലത്തോട്ട് തിരിക്കണം, ആ സമയത്ത് ഇങ്ങനെ ഇത് കുറച്ച് സ്പീഡായിട്ട് ചെയ്താൽ മതി. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്പീഡായിട്ടും ഏത് രൂപത്തിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അതായത് ഇത് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് മാത്രം എന്ത് ചെയ്യുക, അടുത്ത കൈ കൊണ്ടുപോകുക. ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ മാത്രം വലത്തോട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ വലത് കൈ വീണ്ടും കൊണ്ടുവരാം. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, ലോക്ക് ചെയ്ത് പിടിക്കുക. ഇത് റിവേഴ്സിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇതേപോലെ തന്നെ ഓക്കെ ഇങ്ങനെ മാത്രം എന്ത് ചെയ്യുക, നമ്മൾ സ്റ്റിയറിങ് തിരിക്കുക. അല്ലാത്ത പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ക്രോസ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ അത് വളരെ അപകടത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഈ കാര്യം വളരെയധികം ശ്രദ്ധിക്കുക സ്റ്റിയറിംഗ് ഉപയോഗിക്കുന്ന സമയത്ത്. ഇനി പറയാനുള്ളത് സ്റ്റിയറിങ്ങിൻ്റെ വർക്കിംഗ് സ്റ്റൈലിനെ കുറിച്ചാണ്. അതായത് നമ്മളിപ്പോൾ വലത്തോട്ട് വണ്ടി തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പൊസിഷൻ മനസ്സിലാവാൻ വേണ്ടിയിട്ട്, അതായത് നമുക്ക് എപ്പോഴും ഒരു സംശയം ഉണ്ടായിരിക്കും, ഇപ്പോൾ ഫുള്ള് വണ്ടി ഇനി തിരിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ ഫുള്ള് എങ്ങനെ തിരിക്കും, അല്ലെങ്കിൽ ഫുള്ള് എത്ര ഇതാവുമ്പോഴാണ് തിരിയുക, ഇപ്പോൾ ടയർ ഏത് പൊസിഷനിലാണ് എന്നുള്ളൊക്കെ ഒരു സംശയം നമുക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാവും. അപ്പോൾ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാര്യമാണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ സ്റ്റിയറിംഗ് നേരെയാണ് നിൽക്കുന്നത്. ഈ സമയത്ത് ടയറിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നതും സ്ട്രൈറ്റ് ആണ്, നേരെയാണ്. ഈ ഗ്ലാസ് താഴ്ത്തിയിട്ട് പുറത്തു കൂടി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും സ്റ്റിയറിങ്ങിൻ്റെ പൊസിഷൻ നേരെയാണ്, അതുകൊണ്ട് തന്നെ ടയറും നേരെയാണ്. ഇനി ഫുൾ റൈറ്റിലേക്ക് നമ്മൾ തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്റ്റിയറിങ് ഫുൾ റൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ഫുള്ള്, അതായത് ഒരു തവണ ഫുൾ വലത്തോട്ട് തിരിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും വലത്തോട്ട് തിരിക്കുമ്പോൾ ഒരു 1.40 ഒക്കെ ആ റേഞ്ചിൽ വരുന്ന സമയത്താണ് ടയർ ഫുൾ റൈറ്റിലേക്ക് തിരിക്കുന്നത്. ചെറിയ വേരിയേഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും, അപ്പോൾ അതും കൂടി എന്ത് ചെയ്യണം, നമ്മൾ പരിഗണിക്കണം. അപ്പോൾ ഫുൾ റൈറ്റിലേക്ക് തിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ തിരിക്കുകയാണ്,
ഫുൾ തിരിച്ചു, ക്ലോക്ക് വൈസ് ഫുൾ തിരിച്ചു, വീണ്ടും ഓക്കെ എടാ ഒരു 1.5 അടുത്ത് ഏകദേശം വരുന്ന സമയത്ത് ഇപ്പോൾ സ്റ്റിയറിംഗ് തിരിയൽ കഴിഞ്ഞു. ഇപ്പോൾ വണ്ടി അനുവദനീയമായ തരത്തിൽ ഫുൾ റൈറ്റിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും ഇപ്പോൾ നമ്മൾ വന്ന് നോക്കുന്ന സമയത്ത് ഇതിങ്ങനെയുള്ളത്. അപ്പോൾ സ്റ്റിയറിംഗ് വീണ്ടും നമുക്ക് എന്ത് ചെയ്യാണ്, തിരിച്ചിട്ട് നോർമൽ പൊസിഷനിലേക്ക് മാറ്റുകയാണ്. ഇപ്പോൾ എന്തായി, വണ്ടി ഫുള്ള് സ്ട്രൈറ്റായി. ഞാനിപ്പോൾ ഒരു കൈ കൊണ്ട് തിരിച്ചത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി ലെഫ്റ്റിലേക്ക് തിരിക്കുന്ന സമയത്ത് ഇതേപോലെ തന്നെ ഇപ്പോൾ ഒരു റൗണ്ട് ഫുള്ള് തിരിഞ്ഞു, വീണ്ടും കണ്ടോ ഏകദേശം 1.5 അടുത്തെത്തുന്ന സമയത്ത് എന്ത് ചെയ്തു, ഫുൾ ലോക്കായി. ഇനി ലെഫ്റ്റിലേക്ക് തിരിയാനില്ല. അതായത് നമുക്ക് അനുവദനീയമായ തരത്തിൽ എല്ലാ ലെഫ്റ്റിലേക്കും തിരിഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ലെഫ്റ്റ് ഇല്ല. പിന്നെ നമുക്കിപ്പോൾ നമ്മൾ വണ്ടിയിലേക്ക് വന്നു കഴിഞ്ഞു. അപ്പോൾ വണ്ടി വന്ന സമയത്ത് സ്റ്റിയറിംഗ് എങ്ങനെയാണുള്ളത്, അപ്പോൾ നമുക്ക് എങ്ങനെ മനസ്സിലാവും ഇത് ഫ്രണ്ടിലേക്കാണോ നോക്കുക? അപ്പോൾ ടയർ നോക്കിയിട്ട് മനസ്സിലാക്കേണ്ടി വരും. ടയർ നോക്കാതെ മനസ്സിലാക്കാനുള്ള ഒരു ട്രിക്കും കൂടി പറയാം. അതായത് നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റിയറിംഗ് ഇപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വന്ന സമയത്ത്, അപ്പോൾ നമ്മളൊന്ന് തിരിച്ചു നോക്കുക. ലോക്കായി. അപ്പോൾ അതായത് ഒറ്റ പകുതി കുറഞ്ഞ് തിരിച്ചപ്പോഴത്തിന് ഇത് ലോക്കായി. അപ്പോൾ സ്റ്റിയറിംഗ് എന്തല്ല, സ്റ്റഡി അല്ല. അപ്പോൾ വീണ്ടും എന്ത് ചെയ്യുക, ഒന്ന് ഇതിപ്പോൾ കുറച്ച് റൈറ്റിലേക്കായി. ഓക്കെ, അപ്പോൾ വീണ്ടും റിവേഴ്സിലേക്കാണ് തിരിച്ച സമയത്ത് ഇപ്പം വണ്ടി സ്ട്രൈറ്റായി. അതേമാതിരി നമ്മൾ വന്ന് നിൽക്കുന്ന സമയത്ത് ഇങ്ങനെയാണ് വണ്ടി ഉള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഒന്ന് ഇനിയിപ്പോൾ നമുക്ക് സംശയം വന്നത് ലെഫ്റ്റിക്കാണോ റൈറ്റിക്കാണോ തിരിഞ്ഞേക്കണമെന്ന് അറിയില്ലല്ലോ. അപ്പോൾ നമുക്ക് ഈസിയസ്റ്റ് ആയിട്ടുള്ളൊരു വേലയ്ക്ക് ആദ്യം തിരിച്ചു നോക്കിയാൽ മതി. ഇപ്പോൾ റൈറ്റിലേക്ക് തിരിച്ചു നോക്കുകയാണ്, ലോക്കായി. ആ സമയത്ത് എന്ത് ചെയ്യുക, വീണ്ടും തിരിച്ച് ഓക്കെ വണ്ടി സ്റ്റഡിയായി. അപ്പോൾ ഇനി നമ്മൾ വന്ന് നോക്കുന്ന സമയത്ത് ഇത് വണ്ടി റൈറ്റിലേക്കാണ് തിരിഞ്ഞ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ലെഫ്റ്റിലേക്ക് തിരിച്ചു നോക്കി, ഉണ്ടോ എത്രയായിട്ട് ലോക്ക് ആവണില്ല. അപ്പോൾ ഇനി ഏതായാലും തിരിച്ചാൽ അപ്പോൾ നോക്കുക, അവിടെ ലോക്ക് ആവുന്ന സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ വീണ്ടും എന്ത് ചെയ്യുക, 1.5 തിരിച്ചു കഴിഞ്ഞാൽ വീണ്ടും വണ്ടി സ്ട്രൈറ്റായി. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്ട്രൈറ്റ് ആണോ അതായത് ടയർ സ്ട്രൈറ്റ് ആണോ, വണ്ടി നേരെയാണോ നിൽക്കുന്നത്, അതോ ഇനിയിപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് മുന്നിലേക്ക് എടുത്തു കഴിഞ്ഞാൽ തല തിരിഞ്ഞ് പോവോ എന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സ്റ്റിയറിങ്ങുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും ഒരു പുതിയ ഡ്രൈവർ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാർ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ. ഒരു കാര്യം വളരെയധികം എനിക്ക് ഇമ്പോർട്ടൻ്റ് ചെയ്ത് പറയാനുള്ളത്, സ്റ്റിയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ കൺട്രോളിൽ വളരെയധികം പ്രാധാന്യമുള്ളൊരു സാധനമാണ്. ഇത് തിരിക്കുന്നതിനനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്, വണ്ടി പോകുന്നതും വരുന്നതും ഒക്കെ കൺട്രോൾ ആവുന്നത്. അപ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുക, നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരിക്കും. ആ സമയത്ത് എന്തെങ്കിലും കാരണത്താൽ നമ്മൾ സൈഡിലേക്കോ മിററിലേക്കോ അല്ലെങ്കിൽ ബ്ലൈൻഡ് സ്പോട്ടിലേക്കോ ഒക്കെ നോക്കുമ്പോൾ, ഞാൻ ബ്ലൈൻഡ് സ്പോട്ടിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരു സുഹൃത്ത് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ബ്ലൈൻഡ് സ്പോട്ട് നോക്കുന്ന സമയത്ത് പുതിയ ഒരാൾ സ്റ്റെയറിംഗ് തിരിച്ചുകൊണ്ടായിരിക്കും നോക്കുക, അങ്ങനെ നോക്കുന്ന സമയത്ത് അപകടമുണ്ടാവും, ബസ് സ്റ്റോപ്പിലേക്ക് ഇടിച്ചു കയറും എന്നുള്ളതൊക്കെ അദ്ദേഹം പറഞ്ഞത് വളരെ കറക്റ്റാണ്. ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ് അങ്ങനെ ഒരു കമൻറ്റ് ഇട്ടതിൽ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും കാരണവശാൽ ബ്ലൈൻഡ് സ്പോട്ടിലേക്കോ മിററിലേക്കോ അല്ലെങ്കിൽ സൈഡിലൊരു സുഹൃത്തിനെ കാണുന്ന സമയത്ത് അദ്ദേഹത്തെ ഒന്ന് വിഷ് ചെയ്യാനോ ഒക്കെ ആയിട്ട് നമ്മളുടെ കണ്ണ് ഫ്രണ്ടിൽ നിന്ന്, നമ്മൾ ഒരിക്കലും ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ചുറ്റുപാടുകൾ ശ്രദ്ധിച്ച് ഡ്രൈവ് ചെയ്യരുതെന്ന് എപ്പോഴും പറയാറുണ്ട്. ഇൻ കേസ് അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഒരിക്കലും എന്ത് ചെയ്യരുത്, സ്റ്റിയറിംഗ് പല ഭാഗത്തേക്കും തിരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അശ്രദ്ധമായിട്ട് സ്റ്റിയറിങ്ങിനെ കൺട്രോൾ ചെയ്തുകൊണ്ടോ ഒരിക്കലും എന്ത് ചെയ്യരുത്, നമ്മൾ ഡ്രൈവ് ചെയ്യരുത്. അങ്ങനെ ഒരു സുഹൃത്തിനെ കാണേണ്ട സാഹചര്യം വന്നു കഴിഞ്ഞാൽ സൈഡാക്കുക, ഇറങ്ങിയിട്ട് അല്ലെങ്കിൽ വണ്ടിയിൽ ഇരുന്നിട്ട് തന്നെ അദ്ദേഹത്തോട് സംസാരിക്കുക അല്ലെങ്കിൽ അദ്ദേഹത്തെ വണ്ടി കയറ്റിയിട്ട് സംസാരിക്കുക, എന്നിട്ട് നമ്മൾ വീണ്ടും യാത്ര തുടരുക. അല്ലാത്ത പക്ഷം നമ്മളുടെ കൺട്രോൾ പോയി കഴിഞ്ഞാൽ നമ്മൾ വെറുതെ എന്ത് ചേട്ടാ എന്ന് പറഞ്ഞിട്ട് തിരിക്കുന്ന സമയത്ത് ഈ കൈ ഒന്ന് വെറുതെ ഇവിടുന്ന് റൈറ്റിൽ നിന്ന് കൊണ്ട് മൂവ് ആയി കഴിഞ്ഞാൽ വണ്ടി എന്ത് ചെയ്യും, റൈറ്റ് സൈഡിലേക്ക് പോകും. അവിടെ ഒരു പക്ഷേ ബസ് സ്റ്റോപ്പോ അല്ലെങ്കിൽ സ്കൂൾ കുട്ടികളോ അങ്ങനെ പല കാരണങ്ങൾ അവിടെ നമ്മളെയും കാത്ത് നിൽക്കുന്നുണ്ടാവും. ആ സമയത്ത് അത് വളരെ വലിയൊരു അപകടത്തിലേക്കാണ് എത്തിച്ചേരുക. അപ്പോൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഞാൻ പറഞ്ഞു സ്റ്റിയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി കൺട്രോൾ ചെയ്യുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വേഗത കഴിഞ്ഞാൽ പിന്നെ വണ്ടിൻ്റെ മൂവ്മെൻ്റാണ്. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക. മൂവ്മെൻറ്റ് റോങ് ആയി കഴിഞ്ഞാൽ ക്ലച്ച് കൊണ്ടോ ബ്രേക്ക് കൊണ്ടോ വണ്ടി നിർത്തുക, അല്ലാത്ത പക്ഷം അതെന്ത് ചെയ്യും, അപകടത്തിലേക്ക് എത്തും. അപ്പോൾ ആ ഒരു കാര്യം വളരെയധികം ശ്രദ്ധിക്കുക. സ്റ്റിയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോളിനെ കുറിച്ച് പ്രധാനമായിട്ടും പറയാനുള്ളത്. സ്റ്റിയറിംഗ് വളരെ ഈസിയാണ് യൂസ് ചെയ്യാൻ. അപ്പോൾ ആ ഒരു കാര്യം എല്ലാവരും എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. അപകട സാധ്യത കുറച്ച് ഡ്രൈവ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ വിശേഷങ്ങളും കൂടുതൽ നല്ല നല്ല ട്രിക്സുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഒരു ചെറിയ break.